ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മുടെ ധ്യാനത്തിനും വിചിന്തനത്തിനുമായി ലഭിച്ചിരിക്കുന്നത് യേശുവിൻ്റെ മനോഹരമായ മലയിലെ പ്രസംഗത്തിലൂടെ ക്രിസ്തീയ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്ന അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ചാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ആത്മാവിൽ ദരിദ്രരും കരയുന്നവരും കരുണയുള്ളവരും നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവരും ഹൃദയശുദ്ധിയുള്ളവരും പീഡനമേൽക്കുന്നവരും ദൈവാനുഗ്രഹമുള്ളവരായിത്തീരുന്ന ഒരു അസാധാരണ സ്ഥിതിവിശേഷമാണ് യേശു വിവരിക്കുന്നത്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതെന്ന് കരുതുന്ന പലതിനെയും ഉപേക്ഷിക്കുന്നതിലും സ്വർഗം വിലമതിക്കുന്നതിനെ സ്വാതന്ത്ര്യത്തോടെ പുൽകുന്നതിലുമാണ് ഈ സൗഭാഗ്യം അടങ്ങിയിരിക്കുന്നത്. ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തിയവരും ദൈവകരസ്പർശത്താൽ കണ്ണീർ ഒപ്പിയെടുക്കപ്പെട്ടവരുമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ മാറും. യേശുവിൻ്റെ ജീവിതത്തെ ലോകത്തിൽ പ്രതിഫലിപ്പിക്കുന്ന വിശ്വസ്ത ശിഷ്യരാകുവാൻ നമുക്കും ശ്രമിക്കാം. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ വിശ്വസ്തരായിരിക്കുവാനും വേദനിക്കുന്നവരുടെ കണ്ണിലേക്ക് ആർദ്രതയോടെ നോക്കുവാനും ചെറിയ കാര്യങ്ങൾ വലിയ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുവാനും മറ്റുള്ളവരിൽ യേശു സാന്നിധ്യം ദർശിക്കാൻ അങ്ങനെ വിശുദ്ധിയുടെ മാതൃകകളാകാനും യേശു നമ്മെ വിളിച്ചിരിക്കുന്നു. പ്രാർത്ഥനയാകുന്ന മലയിലൂടെ ദൈവസന്നിധിയിൽ പ്രവേശിച്ച് യേശു സാന്നിധ്യ സ്മരണയിൽ ജീവിച്ച് ഇന്നത്തെ ദിവസത്തെ മനോഹരമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന പ്രതീകങ്ങളായി നമ്മെ തന്നെ രൂപപ്പെടുത്തി ലോകത്തെ ക്രിസ്തുവിനു വേണ്ടി നേടിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം.